ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് റാഗിയിൽ അതിൻ്റെ ഇത് നൂൽപുട്ടും ഉണ്ടാക്കാം, ഇത് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നൂൽപുട്ടാണെങ്കിൽ ഇത് നമ്മളെ ഇഡ്ഡലി ചെമ്പിൽ ഓരോ തട്ടിൽ ഇതിൽ നിന്ന് എടുത്തിട്ടിട്ട് ആവിയിൽ വേവിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ റാഗി ഞാൻ 2 കപ്പാണ് എടുക്കുന്നത് കേട്ടോ. ഈ കപ്പ് കൊണ്ട് ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. 2 കപ്പ് ഞാൻ ഇട്ട് കൊടുത്തു. ഇതൊന്ന് തിളച്ചിട്ട് ഒന്ന് വേവട്ടെ കേട്ടോ. ഇത് 2 തിളയ്ക്കുമ്പോഴേക്കും ഇത് വേവിട്ടാൽ നമുക്ക് തീ ഓഫാക്കാം. എന്നിട്ട് ഇതിൽ വെള്ളം വറുത്തിക്കളയാം കേട്ടോ. അപ്പം ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ കേട്ടോ. കടുകൊക്കെ പൊട്ടി കഴിഞ്ഞ് തുടങ്ങി. അപ്പോൾ നമുക്ക് ഒരു ചെറിയ സവോള, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇതിട്ട് കൊടുക്കാം കേട്ടോ. ആടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. വേവിച്ച് വെച്ച റാഗിയുടെ സേമിയ ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ അളവ് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ. ഇളക്കി കൊടുക്കാം. റാഗി ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണട്ടെ. പിന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടുക ഒക്കെ ചെയ്തോളൂ കേട്ടോ.